വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബിഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഗൂഡല്ലൂർക്ക് കല്യാണത്തിന് പോവാണ്. നിങ്ങൾക്കറിയാലോ, നല്ല ദൂരമുള്ള സ്ഥലമാണ്. അപ്പോൾ പ്ലാൻ അനുസരിച്ചിട്ട് ഇന്ന് നൈറ്റ് അവിടെ തങ്ങിയിട്ട് ഒരു 4:30 സമയമാകുമ്പോൾ പോവാമെന്നാണ്. അവിടുന്ന് വണ്ടിയൊക്കെ അവിടെ ഏർപ്പാടാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ റിലേറ്റീവിൻ്റെ വീടൊരു പെരുന്തൽമണ്ണ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ സാധാരണ ഓട്ടോറിക്ഷയിൽ തന്നെ പോകണം. അപ്പോൾ ഓട്ടോറിക്ഷ കയറിയിട്ട് ബാക്കിയെടുക്കാം. ഹലോ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ എടുക്കാൻ പറ്റിയില്ല, തിരക്കും ഇരുട്ടും ഒക്കെ കാരണം. അപ്പോൾ നമ്മൾ ഇവിടെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാണിച്ചുതരാം. ഹലോ. അപ്പോൾ നമ്മൾ ഇനി നാളെ രാവിലെ കാണാം. നാളെ രാവിലെ നേരത്തെ നീക്കേണ്ടതുകൊണ്ട് നേരത്തെ കടക്കും ചെയ്യണം. നാളെ രാവിലെ കാണാം. ഒരു 4 മണിയൊക്കെ ആയിട്ട് അപ്പോഴേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഇനി വീട്ടിൽ ചെയ്യാം. ഓക്കെ. ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതവിടെ റെഡി ആയി ഇരിക്കുന്നുണ്ട് കേട്ടോ. റൂമിൽ ഞാൻ നേരത്തെ റെഡിയായി. ഇനിയിപ്പോൾ വണ്ടി വരും, എന്നിട്ട് പോകാം. അതുകൊണ്ട് നമുക്ക് ഇനി വണ്ടി കയറിയിട്ട് ബാക്കി നോക്കാം. കാശ് നമ്മൾ വണ്ടി കയറി കുറച്ച് ദൂരം അപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി നീച്ചു. അവിടെ ഒരു ഹോട്ടലിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കാനാണ്. നമ്മുടെ കഴിക്കലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വണ്ടിക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചുരം കയറുകയാണ്. ചുരം വഴികൾ ചുരം കയറുക ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതും ഉണ്ടാവില്ല, ക്യാമറയ്ക്ക് റേഞ്ചിൻ്റെ പ്രശ്നമില്ലല്ലോ, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ചെവി അടയും. ഇതാണ് ചുരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതവിടെ ഉണ്ട്. കുറേ ഞാനത് ഫോൺ എടുക്കാൻ നോക്കണം, പക്ഷെ പറ്റണ്ടേ. എല്ലാവരും കാണും. ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം എങ്ങനെയുണ്ട്. എല്ലാവരും കണ്ട് ആസ്വദിക്കൂ. ഹലോ. അപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ അതിർത്തിയാണിത്. കേരളത്തിൻ്റെ അതിർത്തി. ഇതിപ്പോൾ തമിഴ്നാട് എത്തി. കേരളം പിന്നെ കേരളം കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട് റോഡാണ്. കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ബോർഡ് കാണിച്ചതല്ലേ, കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞു. നമ്മളുടെ നീലഗിരി, നമ്മളെ കേരളത്തിലേക്ക് പാലക്കാട് വന്നാൽ ഇവിടെ തമിഴ്നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് നീലഗിരി. അപ്പോൾ ഇവിടെ വന്നില്ല, ഇവിടെ കടക്കാനുള്ള ഇത് ചോദിക്കുന്നവർ. അതേപോലെ തന്നെ ഇതൊക്കെ സ്കൂളുണ്ടോ. ഇവിടെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. അത് മാത്രമല്ല ഈ കാപ്പിത്തോട്ടങ്ങളുടെ ഒരു ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന കൂടി നമ്മളെ നീലഗിരിയാണ്. അപ്പോൾ ഞാൻ ഈ കാപ്പിത്തോട്ടങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം. കാപ്പിത്തോട്ടം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകും. വണ്ടി കയറിയിട്ടുണ്ട്. നമ്മളവിടെ കുറേ നേരം ഫോട്ടോ എടുക്കാൻ ഈ ഫോട്ടോ എടുക്കാൻ ഉറങ്ങി നീ